സന്യാസിമാരോട്, to the sannyasis working all over the world belonging to Hindu Dharma, ഹിന്ദു ധർമ്മത്തിനും സനാതന ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസിമാരോട്, a small message for the sannyasis. You just see how Christian priests are working for Christianity, how the Muslim priests are working for Islam. They know the subject, they know how to bring people together even for destructive purpose, and they know how to educate their religious people, and they are expert in many subjects, even professionally and religiously. ഓരോ ക്രിസ്ത്യാനിയും, ക്രിസ്ത്യൻ പ്രീസ്റ്റ്, അച്ഛന്മാര്, പാതിരിമാര്, കന്യാസ്ത്രീകള്, അവരുടെ സമുദായത്തിന് വേണ്ടി എന്തെല്ലാം പഠിപ്പിക്കുന്നു, അവർ സംഘടിപ്പിക്കുന്നു, അവർ നല്ല രീതിയിലും അവരുടേതായിട്ടുള്ള പ്രൊഫഷൻ വേറെ പഠിച്ച് അതിൽ നിലനിൽക്കുന്നു. എ പ്രീസ്റ്റ് ഇൻ ദ ചർച്ച്, എ പ്രൊഫസർ ഇൻ ദ കോളേജ്. എ പ്രീസ്റ്റ് ഇൻ ദ ചർച്ച്, എ മാനേജർ ഇൻ ദി ഓഫീസ്, ഇൻ ദെയർ ഓൺ ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്രിസ്ത്യാനികളുടെ പള്ളികളില് പ്രീസ്റ്റിനെ പോലെ, പാതിരിയെ പോലെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു. അവരുടെ പ്രൊഫഷണൽ കാര്യത്തിൽ സംഘടനാ ശക്തി, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ, ആക്ടിവേറ്റിംഗ് ദം, ഗിവിംഗ് ദം ജോബ്, എഡ്യൂക്കേറ്റിംഗ് ദം, എല്ലാം അവർ ചെയ്യുന്നു. ഇത് തന്നെ ഓൺ അനദർ വേ ഇറ്റ് ഈസ് ബീയിങ് ഡൺ ഇൻ ദ ഇസ്ലാം. അവിടെ പിന്നെ തീവ്രവാദവും ഇതിന്റെ കൂട്ടത്തിൽ കുറെ പേർക്കെങ്കിലും കിട്ടുന്നുണ്ട്. ദേ ആർ ഓൾസോ ടീച്ചിങ് സംതിങ് കണക്റ്റഡ് വിത്ത് ടെററിസം ആൻഡ് വയലൻസ് and erasing of other religion through different ways. That is what we are seeing for the last 1 month in the newspaper. കഴിഞ്ഞ ഒരു മാസമായിട്ട് ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, മീഡിയയിലൂടെ കാണാൻ സാധിക്കും, how the coming together for destruction is taking place. Not all the Muslims, but a good part of Muslims, and majority of them silently supporting, some of them working against our nation and against our culture and against the values and other thing, and guided by these people, spiritual people. ആത്മീയതയിൽ ഇന്ന് വിലസുന്നവരാണ് ചെയ്യുന്നത്. The Hindu sannyasis keep away from all this. If an ashram is there, the neighbors do not bother about the ashram. ഒരു ആശ്രമമുണ്ട്, സന്യാസിയുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഹിന്ദു സ്ഥാപനങ്ങള്, ഹിന്ദു വീടുകളൊന്നും ഈ സന്യാസിയെ കുറിച്ച് അറിഞ്ഞൂടാ. സന്യാസിക്ക് അവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സന്യാസി ഒരു സബ്ജക്റ്റിൽ നല്ല എക്സ്പെർട്ട് ആവണോ? അല്ല. ഏതെങ്കിലും സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആണോ? അല്ല. ഈസ് ഹി എക്സ്പെർട്ട് ഇൻ വൺ സബ്ജക്ട് ഓർ എനി ഓഫ് ദി സബ്ജക്ട്? ആസ് എ സന്യാസി, ആസ് എ സാഫ്രൺ വിയറർ, ഐ എം യൂസിങ് എ റോങ് വേർഡ്, ഒരു കാവ്യവസ്ത്രം ഉടുത്ത ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തില്, സന്യാസിയായ സ്ഥിതിക്ക് കുറച്ച് സമയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാച്ചുറലി സന്യാസി വിൽ ഹാവ് റീസണബിളി ഇനഫ് ടൈം, ഇനഫ് എനർജി ആൻഡ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ആസ് എ സന്യാസി ടു ലേൺ സംതിങ്. നല്ല രീതിയിൽ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാൻ സമയമുണ്ട്. ഓറിയന്റിങ് ദ ടെമ്പിൾ, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ലെക്ചർ കൊടുക്കാം. He can deliver lecture in the schools, organizations, movements, club, institutes, എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാം. നല്ല ലെക്ചർ കൊടുക്കാം. സമൂഹത്തിൽ he can bring youth together, he can bring others together, he can serve the people and do very good thing for the Hindus or people in general. ഹിന്ദുക്കൾക്ക് വേണ്ടി ധാരാളം കാര്യം ചെയ്യാം. നിങ്ങൾ നോക്കുക, ഇത്രയധികം കാലമായിട്ട് ക്രിസ്ത്യാനികള് ഈ കൊറോണ ബാധിച്ചവര് ഏതായാലും ഗവൺമെന്റിന് വലുതായിട്ട് എമൗണ്ട് കൊടുത്തതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. They have not given any money for the government, but they are collecting the money and serving for the Christians during the flood period also, and during Oki period also. Christians collected money for the Christians, making houses and building houses for themselves. മുസ്ലിങ്ങളെ കളക്ട് ചെയ്തിട്ട് ഓക്കി കൊടുത്തിട്ടില്ല. They might have collected, പക്ഷേ anything, they are not giving money for the government, they are taking money from the government.
But for us, we can financially support, and we can support the poor people, we can educate them, we can bring them together, we can build the organization, we can serve the people. സന്യാസിമാർക്ക് നമ്മുടെ സംഘടനാപരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വിഷയത്തിൽ സയന്റിഫിക് ആയിട്ട്, ലോജിക്കലായിട്ട്, റാഷണലായിട്ട് നല്ല അറിവുണ്ടാക്കിയിട്ട് അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ സന്യാസിമാർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് സമയമുണ്ട്, അവസരങ്ങളുണ്ട്, സന്യാസി എന്ന ബഹുമാനമുണ്ട്. മെനി പീപ്പിൾ വിൽ ബി റെസ്പെക്ടിങ് എ സന്യാസി വിത്ത് സാഫ്രൻ ക്ലോത്ത് if he has got enough knowledge and time to spend for the needy people. അപ്പോൾ old age people can be served, youth can be served. So remember that. നമ്മളുടെ സന്യാസിമാര് ക്രിസ്ത്യൻ പ്രീസ്റ്റിനെ പോലെ, അതുപോലെ മുസ്ലിങ്ങളുടെ കൂടെയുള്ള ഉസ്താദിനെ പോലെ, മൗലവിയെ പോലെ അവരുടെ ഏത് പരിപാടിയും നമുക്ക് അറിഞ്ഞൂടാ, വാക്കുകളൊന്നും അറിഞ്ഞൂടാ. അപ്പോ they can bring the Hindus together, work for the Hindus, work for the old age Hindus, work for the youth Hindus, work for the orphan Hindus, work for teaching them Bhagavad Gita, our literature, our customs and rituals, our God concept and our darshanas, all these things. നല്ല രീതിയിൽ പഠിച്ചാൽ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായി തീരും. ബിൽഡിംഗ് ദ ഓർഗനൈസേഷൻ, ബിൽഡിംഗ് ദ ക്ലബ്, ബിൽഡിംഗ് ദി സ്മോൾ ഗ്രൂപ്പ്സ്, നല്ല ക്ലബ്ബുകൾ ഉണ്ടാക്കാം, നല്ല രീതിയിൽ മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. ഇതെല്ലാം സാധിക്കും. ദീസ് ആർ ഓൾ ദ തിങ്സ് പോസിബിൾ. ഈ സന്യാസി വിൽ ബിക്കം എ റെസ്പോൺസിബിൾ, റെസ്പെക്റ്റബിൾ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. ഒരു സന്യാസി ഉത്തരവാദിത്വത്തോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ സമൂഹം അദ്ദേഹത്തിന് രണ്ട് കൈയ്യ് നീട്ടി സ്വീകരിക്കും. ഇത് സന്യാസിമാർക്കുള്ള സന്ദേശമാണ്. പലപ്പോഴും പലരും അത് ചെയ്യുന്നില്ല. നമ്മളുടെ ഒരു ആശ്രമത്തിലെ കുറെ സന്യാസിമാര് കേദാർനാഥിൽ പോയി, എ ഗ്രൂപ്പ് ഓഫ് സന്യാസീസ് ഫ്രം എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ into Kedarnath. Finally the flood in Kedarnath created problem for them, and they started screaming and crying, saying that nobody is protecting us, ഞങ്ങളെ ആരും സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയാനും ഒച്ചയെടുക്കാനൊക്കെ തുടങ്ങി. But remember that the people should feel that these sannyasis are worth living for the world and for the dharma. ഈ ലോകത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി സന്യാസിമാർ ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. ഈ ലോകത്തിനും ജനങ്ങൾക്കും ധർമ്മത്തിനും വേണ്ടി, for the world, for the dharma and for the people, these sannyasis should live in the world. Then only people will come and protect them. നല്ലേ സന്യാസി പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ what is the purpose of protecting them? They are just like any other human being. സന്യാസിമാരെ സംരക്ഷിക്കണമെങ്കിൽ അവർ സാധാരണ മനുഷ്യരെക്കാൾ കുറേ കൂടി വാല്യുവബിൾ ആണ് സമൂഹത്തിന് എന്ന് അറിയണം. അപ്പോഴേ ജനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ സന്യാസിമാർക്ക് ഒരു വലിയ ദൗത്യമുണ്ട്. അതിപ്പോ കേരളത്തിൽ നടക്കണില്ല. കുറച്ചുപേരുണ്ട്, 5-10% ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഒരു അറിവുമില്ല, കാവ്യം എടുത്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.